ഭാരതത്തിൻ്റെ വൈദിക സംസ്കൃതി അതിപ്രാചീനമാണ്. ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്ക് വികസിക്കുന്നു എന്ന തലത്തിലാണ് ഭാരതീയ ചിന്തകൾ പോകുന്നത്. അതിന് വിപരീതമായി പാശ്ചാത്യ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിന്തകളുമായി പൊരുത്തപ്പെടാൻ ഒരുപാട് സമയമെടുക്കും. കാരണം നിങ്ങൾ നിരന്തരമായി പഠിച്ച് തലയിൽ കയറിയിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വരുള്ളൂ. ഇങ്ങനൊരു വ്യതിയാനമുണ്ട്. അത് ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും, സന്യാസിയായോ ബ്രഹ്മചാരിയായോ വാനപ്രസ്ഥനായോ ഒക്കെ നിങ്ങൾ പ്രവർത്തിച്ചാലും ബേസ് നിങ്ങൾ പഠിച്ച ചിന്തകളായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും വരുന്ന പരാജയങ്ങളെ നിങ്ങൾ കണ്ടുവെന്നും വരില്ല. അതാണ് അതിൻ്റെ ഒരു അപകടം എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ആ അപകടം ഭാരതത്തിലെ നവസാക്ഷരരെ വളരെയധികം അലട്ടാറുണ്ട്. ഭാരതീയ ചിന്തയുടെ അടിത്തറ നിൽക്കുന്നത് ആദ്യം അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാശ്ചാത്യ ചിന്തയുടെ അടിത്തറ നിൽക്കുന്നത് ആദ്യം പൂർണ്ണമായ ഇരുട്ടായിരുന്നു. ഇത് പരസ്പര വിരുദ്ധമായ രണ്ട് സങ്കേതങ്ങളാണ്. ആ അറിവ് മാത്രമായിരുന്ന കാലങ്ങളിൽ അതിനെ ദർശിച്ച ആളുകൾ പല വീക്ഷണ കോണങ്ങളിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളവയാണ് ദർശനങ്ങളെല്ലാം. അതിലൊന്നാണ് പാതഞ്ജല യോഗ ദർശനം. ഒരു ദർശനം അവതരിപ്പിക്കുമ്പോൾ, അതിനെ കൊണ്ടുവരുമ്പോൾ അതിന് വ്യക്തമായ ഒരു രൂപരേഖയുണ്ടാവും, ഒരു കാരണമുണ്ട്. ഭാരതം ജീവികളുടെ അഭീപ്സിതാർത്ഥത്തെ പുരുഷാർത്ഥം എന്നാണ് വിളിക്കുന്നത്. പുരുഷാർത്ഥസിദ്ധിക്കായിക്കൊണ്ടാണ് ഭാരതീയ ദർശനങ്ങളെല്ലാം. ഇത് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയായിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. മറ്റ് കാരണങ്ങളാൽ വളരെ ചുരുക്കം പേർക്കുള്ളതായി തീർന്നിട്ടുണ്ട്. അതൊക്കെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു കാലത്ത് മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പുരുഷാർത്ഥത്തെ കാണാൻ കഴിയുന്ന ഒരു കാലമുണ്ട്. ഇന്നില്ല. പുരുഷാർത്ഥം എന്താണെന്ന് തന്നെ ഇന്നറിയുന്നവർ ചുരുക്കമാണ്. പുരുഷൻ അർത്ഥിക്കുന്നതാണ് പുരുഷാർത്ഥം. പുരുഷേണ അർത്ഥ്യതേ ഇതി പുരുഷാർത്ഥഃ. അതിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇവ നാലുമാണ് പുരുഷാർത്ഥം. ഈ നാലെണ്ണമേ അർത്ഥിക്കാനുള്ളൂ. അത് നാലിൽ ഏത് പ്രാധാന്യമുള്ളതാണ്, ഏത് അപ്രധാനമാണ് എന്നൊക്കെ അടുത്ത് അറിവാണ് അവൻ്റെ ജീവിതമായി തീരുന്നത്. ഒന്നിനെ അറിയുമ്പോഴാണ് അത് നേടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലെ എല്ലാ ജീവികളും, ലോകത്തുള്ള ജീവികളെ നോക്കിയാൽ സുഖത്തെയാണ് കാക്ഷിക്കുന്നത്. ആ സുഖം സർവകാലികമാകുമ്പോൾ അതിനെ ആനന്ദമെന്നാണ് വിളിക്കുക. അതുകൊണ്ട് പുരുഷാർത്ഥം ആനന്ദം മാത്രമാണ് എന്നൊരു മതമുണ്ട്. ആനന്ദത്തിനു വേണ്ടിയാണ് ജീവിതം. വൈദികി ആ തലത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ആനന്ദേന ഖൽവിമാനി
ഭൂതാനി ജായന്തി. ആനന്ദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആനന്ദ അനുഭവം വരുമ്പോൾ ബാക്കിയെല്ലാം നിസ്സാരമായി തീരാറുണ്ട്. ആനന്ദത്തെക്കുറിച്ച് ബാക്കിയുള്ളതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്നത് ക്ഷണികമായ സുഖം, അല്പ ആനന്ദത്തിനു വേണ്ടിയാണ്. ഇത് ചിന്തയുടെ പരിമിതി കൊണ്ടാണ്. ആത്യന്തികമായ ആനന്ദം ലഭിച്ചു കഴിയുമ്പോൾ അല്പമാത്രമായ ആനന്ദമെല്ലാം പോകും. ആനന്ദത്തെ പരിമിതപ്പെടുത്തുന്നത് വ്യക്തിക്ക് ചുറ്റുപാടുകളോടുള്ള ബന്ധം, തൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളോടുള്ള ബന്ധം, ജീവനോടുള്ള ബന്ധം, തൻ്റെ അന്ധക്കരണത്തോടുള്ള ബന്ധം, അവസാനമായി അഹങ്കാരത്തോട്, അറിവിനോടുള്ള ബന്ധം. ഇത്രയുമാണ് അതിനെ പരിമിതപ്പെടുത്തുന്നത്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ദാർശനികമായ ഒരു ഉയർച്ചയുണ്ടാകുന്നത്. അത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കാൻ നിങ്ങൾക്കാകുമെങ്കിലേ ക്ലാസ്സിലിരുന്നാൽ പ്രയോജനം കിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾ പ്രധാനമാണെന്ന് നേരത്തെ ചിന്തിച്ച് ഉറച്ചു പോയെങ്കിൽ ഇത് തലേ കയറാൻ കുറച്ച് വിഷമം വരും. എല്ലാ സോഷ്യൽ വർക്കുകളും എല്ലാ ത്യാഗങ്ങളും തനിക്ക് വെളിയിലുള്ള ഈ പ്രപഞ്ചം ഉള്ളതാണെന്നും അതിൻ്റെ നന്മ പ്രധാനമാണെന്നും ബോധമുണ്ടാകുമ്പോഴുള്ളതാണ്. എല്ലാവർക്കും ഏറിയും കുറഞ്ഞും ആ ബോധമുണ്ടാകും. ചുറ്റുപാടുകൾ എന്നെ അലോസരപ്പെടുത്തുന്നു എന്ന ബോധം വരുമ്പോൾ ചുറ്റുപാടുകളെ നന്നാക്കാൻ ആളുകൾ ശ്രമിക്കും. അവിടെ ചുറ്റുപാടുകളുമായി താതാത്മ്യം പ്രാപിച്ചൊരു മനസ്സുണ്ട്. ലോകത്ത് തീരുമാനമെടുക്കുവാൻ വിഷമം വരുന്നതും പ്രശ്നങ്ങളുണ്ടാകുന്നതും ദുഃഖിയായിത്തീരുന്നതും അങ്ങനെയുള്ളവരാണ്. ഭാഗ്യം കൊണ്ട് ചുറ്റുപാടുകൾ തൻ്റെ സങ്കല്പത്തിന് അനുസരണമായിരിക്കുന്നിടത്തോളം കാലം അവർ ദുഃഖിയല്ല. അതുകൊണ്ടവർ അറിഞ്ഞവരല്ല. പൂർവ പുണ്യം കൊണ്ട്, പൂർവ പാപം കൊണ്ട് ചുറ്റുപാടുകൾ അനുകൂലമോ പ്രതികൂലമോ ആവാം. ചുറ്റുപാടുകൾ അനുകൂലമാകുന്നതും പ്രതികൂലമാകുന്നതും സ്വന്തം നിലയിലല്ല. അങ്ങനെ ഒരാൾ സുഖിയായിരിക്കുന്നതും ദുഃഖിയായിരിക്കുന്നതും ശാസ്ത്രത്തിന്റെ അറിവ് കൊണ്ടല്ല, പുണ്യപാപങ്ങളാലാണ്. ഒരു വ്യക്തി അവന്റെ പുണ്യം ഹേതുവായി അവൻ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. സങ്കല്പത്തിലുള്ള ഭാര്യ, സങ്കല്പത്തിലുള്ള ഭർത്താവ്, സങ്കല്പത്തിലുള്ള വീട്, സങ്കല്പത്തിലുള്ള പ്രകൃതി, സങ്കല്പമനുസരിച്ചുള്ള മക്കൾ, സങ്കല്പമനുസരിച്ച് ആളുകളിൽ നിന്നുള്ള പെരുമാറ്റം, ഇതൊക്കെ കിട്ടുന്ന ഭാഗ്യവാന്മാരുണ്ട്. അവരെപ്പോഴെങ്കിലും ആ സങ്കല്പം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതുവരെ ജീവിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് അളവുകോലല്ല. എത്ര കണ്ട് ചുറ്റുപാടുകളോട് താതാത്മ്യം പ്രാപിക്കുന്നു, അതിനനുസരിച്ച് ചുറ്റുപാടുകളെ ശരിപ്പെടുത്തിയിട്ട് ശാന്തി നേടുന്നതിനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്.
അതിനാണ് ഈ പ്രപഞ്ചത്തിൽ മാനവനിർമ്മിതങ്ങളായ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവസൃഷ്ടങ്ങളായ, മനോമയൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. വീട്, കൊട്ടാരങ്ങള്, സ്ഥാപനങ്ങള്, സംഘടനകള്, ഇതൊക്കെ മനുഷ്യൻ ചുറ്റുപാട് ശരിപ്പെടുത്താൻ ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കി കുറെ ആളുകൾ ദുഃഖത്തിലും ഉണ്ടാക്കി കുറെ ആളുകൾ സുഖത്തിലും ജീവിക്കുന്നു. എന്നിട്ട് വിധിയെ പഴിക്കുകയും ചെയ്യുന്നു. വിധിക്ക് യാതൊരു പങ്കുമില്ല. തന്റെ മനോമയൻ സൃഷ്ടിച്ചതാണ് ഇതെല്ലാം. അത് തിരിച്ചറിയുന്നവർ ചുരുക്കവുമാണ്. ഇങ്ങനെ വരുന്ന അത് സുഖാന്വേഷണം കൊണ്ടാണ്. അത് ചുറ്റുപാടും അന്വേഷിക്കുന്നവർ ഒരു കൂട്ടർ. ചുറ്റുപാട് കഴിഞ്ഞാൽ അടുത്തത് തന്റെ ശരീരമാണ്. രോഗങ്ങളും രോഗഹേതുക്കളും ഇല്ലാതെ ശരീരം, സ്ഥൂല ശരീരം വർത്തിക്കണം. സ്ഥൂല ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് ഞാനെന്ന് പറയുന്നതെല്ലാം തന്റെ ശരീരത്തെക്കുറിച്ചാണ്. ശരീരത്തോട് ചേർന്നുള്ള അഭിമാനം വളരെ കൂടുതലാണ്. അതിൽ ആ ശരീരം സൂക്ഷ്മമാകുമ്പോഴാണ് തൊഴിൽപരമായ, ജാതിപരമായ, വർഗപരമായ, വർണ്ണപരമായ, ബന്ധപരമായ ഒരുപാട് അഭിമാനങ്ങൾ അതിൽ നിന്ന് രൂപാന്തരം. ഞാൻ വെളുത്തവൻ, കറുത്തവൻ, ഞാൻ തടിയൻ, ഞാൻ കൃശൻ, ഇതെല്ലാം സ്ഥൂല ശരീരത്തിന്റെ ഒരു ഭാവമാണെങ്കിൽ, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാധിരാജനാണ്, ഇങ്ങനെയുള്ള അഭിമാനങ്ങൾ സൂക്ഷ്മമായി വേറെയുണ്ട്. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം കാണിച്ച് അഭിമാനിച്ച് ആനന്ദിക്കാനുള്ളതാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആനന്ദിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ അഭിമാനങ്ങളെല്ലാം മനുഷ്യൻ സ്വരുക്കൂട്ടുന്നത്. അപ്പോൾ ചുറ്റുപാടുകൾ കഴിഞ്ഞാൽ തന്റെ ശരീരത്തോടുള്ള അഭിമാനം, കുറച്ചുകൂടെ കഴിഞ്ഞാൽ തന്റെ ജീവനിലുള്ള അഭിമാനം. ജീവനാണ് ഞാൻ എന്ന അഭിമാനം. ഇതൊക്കെ ഉറപ്പിക്കുന്നതിനുള്ള ശാസ്ത്രങ്ങൾ ഒട്ടുവളരെയുണ്ട്. ചുറ്റുപാടുകളെ ശരിപ്പെടുത്തുന്നതിനുള്ള ഭൗതിക ശാസ്ത്രങ്ങൾ നൂറ്റാണ്ടുകളായി ശാസ്ത്രകാരന്മാർ അതിൽ ഗവേഷണം ചെയ്യണം, മനുഷ്യന് സുഖം തരാൻ വേണ്ടി. കണ്ടെത്തുന്നതൊക്കെ അവസാനം അവന് ദുഃഖം തരുന്ന അവസ്ഥയിലുമാണ്. കല്ലിലരച്ച് കഴിച്ചത് വൈദ്യുതി കണ്ടെത്തി, അതിനുള്ള മെഷീനറി കണ്ടെത്തി. ഉദാഹരണമായി പറഞ്ഞാൽ, കല്ലിലരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം, അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാട്, അതിനേക്കാൾ കൂടുതൽ ചെലവ്, ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിലുള്ള ക്ലേശം, ഇങ്ങനെയുള്ളതെല്ലാം കൂടെ കണക്കാക്കി നോക്കിയാൽ ക്ലേശമല്ലാതെ ഭൗതിക ശാസ്ത്ര വികാസം കൊണ്ട് ഉണ്ടായിട്ടില്ലെന്ന് ഒരു എതിരാളിക്ക് വാദിക്കാൻ വേണ്ടത്ര കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ അഭിമാനമായി തീർന്നാൽ ക്ലേശവും സുഖമെന്ന് മറ്റുള്ളവരോട് വാദിക്കും. താൻ ക്ലേശിക്കുമ്പോഴും പുറത്ത് അഭിമാനം കാരണം വാദിക്കും. വിവാഹം കഴിച്ചവർ കഴിക്കാത്തവരുമായി വാദിക്കുന്നതും കഴിക്കാത്തവർ കഴിച്ചവരുമായി വാദിക്കുന്നതും ഒക്കെ ഈ അഭിമാനം കൊണ്ട് മാത്രമാണ്, വസ്തുതകളായി ചിന്തിച്ചിട്ടല്ല. വസ്തുത പുണ്യപാപങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പുറത്തുള്ള ലോകം തനിക്ക് സുഖമോ ദുഃഖമോ തരുന്നത്. പുണ്യപാപങ്ങൾ അനുസരിച്ചാണ് ശരീരം സുഖമോ ദുഃഖമോ തരുന്നത്. ജാതി, മതം, വർഗം, വർണ്ണം ആദിയായ അഭിമാനങ്ങളും സുഖമോ ദുഃഖമോ തരുന്നത് അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞാണ് ജീവനിലുള്ള അഭിമാനം. ജീവനിലുള്ള അഭിമാനവും
വളരെ താതാത്മ്യം പ്രാപിച്ചാണ് വരുന്നത്. വേറെ എന്തിനേയും കളഞ്ഞ് ജീവനെ നിലനിർത്താൻ ശ്രമിക്കുന്നത് അതാണ്. മറ്റൊരാളെ കൊന്നും തൻ്റെ ജീവനെ നിലനിർത്താൻ പോകുന്നത് അതുകൊണ്ടാണ്. ഇതും കഴിഞ്ഞാണ് അറിവ് വരുന്ന മറ്റൊരഭിമാനമുണ്ട്. അത് തൻ്റെ അഹന്തയോടുള്ള അഭിമാനം. ഭാരതീയ ചിന്തയിൽ ഏറ്റവും സൂക്ഷ്മമായ മറ്റുള്ളതിനേക്കാൾ ഭേദപ്പെട്ട ഒരു അഭിമാനമാണ് അത്. പാശ്ചാത്യ ചിന്തയിൽ ഏറ്റവും മോശമായ ഒന്നാണത്. ദേഹോഹം ബുദ്ധിയേക്കാൾ ഉത്തമമാണ് ബ്രഹ്മാഹം ബുദ്ധി. ഞാൻ ബ്രഹ്മമാണ് എന്ന ബോധം, ഞാൻ അറിവാണ് എന്ന ബോധം ഇതിനേക്കാളെല്ലാം ഭേദപ്പെട്ടതാണ്. നമ്മൾ ആരെയെങ്കിലും വിമർശിക്കുമ്പോൾ അയാൾ അത്തരമൊരു ബോധത്തിൽ അഹങ്കരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് മറ്റതിനേക്കാളൊക്കെ ഭേദമാണ്. വിമർശിക്കുന്ന ആരും അങ്ങനെയല്ല പഠിക്കാറ്. അതിന് കാരണം പാശ്ചാത്യ ചിന്ത നമ്മുടെ തലയിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും നല്ല അഹങ്കാരം അത് തന്നെയാണ്, ഭേദപ്പെട്ടതും അതാണ്. കാരണം അയാളെ കൊണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോയി ഇടപെടണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഭൗതിക കാര്യങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ലാതെ വരുമ്പോഴാണ് ആ ബോധം ഉണ്ടാകുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അവിടെയും അഹന്തയുമായുള്ള താതാത്മ്യമുണ്ട്. എൻ്റെ അഹങ്കാരവുമായി ഞാൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പുരുഷാർത്ഥത്തിൻ്റെ തലങ്ങളിൽ ഇങ്ങനെയുള്ള താതാത്മ്യങ്ങളുണ്ട്. ഈ താതാത്മ്യത്തെ അടിസ്ഥാനപ്പെടുത്തി പുരുഷാർത്ഥത്തെ വളരെ ചിന്തിച്ചിട്ടുള്ള ആചാര്യന്മാർ അർത്ഥം, കാമം ഇവ ആനന്ദം തരുന്നവയല്ലാത്തതുകൊണ്ട് അവയെ പുരുഷാർത്ഥമായി കാണേണ്ടതില്ല എന്ന അഭിപ്രായവുമുണ്ട്. ആനന്ദം മാത്രമാണ് പുരുഷാർത്ഥം എന്നെടുക്കുമ്പോൾ അർദ്ധകാമങ്ങളെ പുരുഷാർത്ഥത്തിൽ പെടുത്തേണ്ടതില്ല എന്ന വാദവും അതുകൊണ്ട് ഭാരതീയമായുണ്ട്. അതുകൊണ്ടവർ ആനന്ദത്തെ അല്ലെങ്കിൽ സുഖത്തെ നിത്യം, അനിത്യം എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ അനിത്യത്തിൽ പെടുന്നതാണ് കാമവും അർത്ഥവും. അത് രണ്ടും താൽക്കാലികമാണ്. നമ്മൾ ദർശനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് നമ്മൾ അതിന് അധികാരിയാകുമോ എന്നറിയാൻ ചിന്തിക്കേണ്ടത് അനിത്യങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ ബേജാറാകുമോ എന്ന് ആദ്യം നോക്കുക. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ചിലർക്ക് ചെറിയൊരു ഉപദ്രവം ശരീരത്തിന് വന്നാൽ പെട്ടെന്ന് സാരമില്ല എന്ന് പറയാൻ കഴിയുമോ, ആ ചെറിയ ഉപദ്രവവും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമോ എന്ന് ആദ്യം നോക്കുക. ചുറ്റുപാടുകളിൽ നിന്ന് ചെറിയൊരു നഷ്ടം വന്നാൽ സഹിക്കാൻ വയ്യാതെ പിണങ്ങുകയും കോപിക്കുകയും ആ നഷ്ടത്തെക്കാൾ ഇരട്ടി നഷ്ടം വരുത്തിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാരോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മളുടെ കൂട്ടുകാരോട്, ചുറ്റുപാടുകളോടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്കൊരു സഹിക്ക വയ്യാഴിക, അത്രയും താതാത്മ്യം വസ്തുക്കളോട് വരുന്നുണ്ടോ എന്ന് മെല്ലെ ഒന്ന് ആലോചിക്കുക. ഇപ്പൊ സുഖത്തിന് അനിത്യം, നിത്യം എന്ന് രണ്ടുണ്ട്. കാമവും അർത്ഥവും
നിത്യ പുരുഷാർത്ഥങ്ങളാണ്, നിത്യമല്ല. ഒരാഗ്രഹം ഉണ്ടാവുമ്പോൾ ഇതര ആഗ്രഹങ്ങളെല്ലാം മറഞ്ഞു നിൽക്കും. ആ സമയത്ത് അതിന് മാത്രമേ പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ബാക്കി ആഗ്രഹങ്ങളെ മുഴുവൻ ബലി കൊടുക്കാനും തയ്യാറാവും. അതിനുവേണ്ടി കയ്യിലുള്ള ധനം മുഴുവൻ ബലി കൊടുക്കാൻ തയ്യാറാവും. ഒരാഗ്രഹം കയറി വന്നാൽ പിന്നീട് വേറൊരാഗ്രഹം വരുമ്പോൾ ആദ്യം ബലി കൊടുത്ത ആഗ്രഹങ്ങൾ ആണ് ഉയർന്നു വരുന്നതെങ്കിൽ അത് തെറ്റായിപ്പോയെന്ന് കണ്ടുപിടിക്കും. അവിടെയാണ് 18 വയസ്സിലോ 19 വയസ്സിലോ ഒരു കാര്യം ചെയ്തത് അന്ന് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന് പിന്നീട് കണ്ടെത്തി ദുഃഖിക്കുന്നത്. ഇതെല്ലാം ദുഃഖിക്കുന്നത് മനുഷ്യൻ വർത്തമാനത്തിൽ ഭൂതകാലത്തെയോ ഭാവി കാലത്തെയോ കൊണ്ടുവന്നിട്ടാണ്. ഇതിന്റെ അടിസ്ഥാനം ഭയം മാത്രമാണ്. ഭയമെന്നൊരു സാധനമില്ല. അത് തിരിച്ചറിയുന്നവർ വളരെ ചുരുക്കമാണ്. ലോകത്തൊരു മനുഷ്യനും വർത്തമാനത്തിൽ ഭയപ്പെടുന്നില്ല, ഒരാൾ പോലും. കാരണം വർത്തമാനം അത്രയും കുറച്ചുകൂടെ വളരെ ചെറുതാണ്. ഭൂതകാല അനുഭവങ്ങൾ വർത്തമാനത്തിൽ കയറി വരുമ്പോഴാണ് കുറെ അധികം ഭയങ്ങൾ ഉണ്ടാകുന്നത്. അവയൊക്കെ നിങ്ങൾ വായിക്കുന്നത് അവരുടെ ഭൂതകാലം അവർ രേഖപ്പെടുത്തി വെച്ചതാണ്. എന്നിട്ട് അവർക്കുണ്ടായതാണ് നിങ്ങൾക്ക് ഭയമായി തീരുന്നത്. അവരുടെ ജീവിതം നിങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾ വായിച്ച ജീവചരിത്രങ്ങളെല്ലാം. അതുകൊണ്ടാണ് പ്രാചീന ഭാരതീയർ മറ്റുള്ളവരുടെ ജീവചരിത്രം വായിച്ച് സമയം കളയാറുണ്ടായിരുന്നില്ല. അത് വർത്തമാനത്തിൽ സങ്കല്പിച്ച് നിങ്ങൾ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വർത്തമാനം നിങ്ങൾ ജീവിച്ചു തീർക്കുന്നതിന് പകരം കഥകളോ മറ്റു കാര്യങ്ങളോ കൊണ്ട് അതിനെ ഉത്കണ്ഠപ്പെടുത്തുന്നു എന്നുള്ളത് ഭൂതകാലം കയറി വന്നിട്ടാണ്. ഭൂതകാലത്തേക്കാൾ കൂടുതൽ നിങ്ങൾ കണ്ടതും കേട്ടതുമായ അനുഭവങ്ങളും കഥകളും വെച്ച് ഭാവിയെ ചിന്തിച്ചാണ് അടുത്ത ഉത്കണ്ഠ. അപ്പോൾ ഭയമെല്ലാം ഭൂതത്തിന്റെയും ഭാവിയുടെയുമാണ്. വർത്തമാനത്തോട് പ്രതികരിക്കാൻ അറിയാത്ത, വർത്തമാനത്തെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത, വിദ്യാഭ്യാസം കൊണ്ട് അത് നേടാത്ത ഒരു സമൂഹത്തിന്റെ വൈകല്യമാണ് ഇത്. മറ്റു ചിലരുണ്ട് വർത്തമാനത്തിൽ ഇന്നതാണ് സംഭവിച്ചിരിക്കുന്നത്, അതിനുള്ള പരിഹാരം പെട്ടെന്ന് തോന്നണം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അതായിരിക്കണം. ആധുനിക വിദ്യാഭ്യാസം നേടിയ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ആ പ്രത്യുൽപ്പന്നമതിത്വമുള്ളവരല്ല. പരിഹാരം അറിയുന്നവരല്ല. ഇതാണ് രണ്ട് വിദ്യാഭ്യാസത്തിന്റെയും മൗലികമായ വ്യത്യാസം. ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുക മാത്രമാണ് ആ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആരോട് സംസാരിച്ചാലും മറ്റേയാളിന് ഭയം ഉണ്ടാക്കുക, സ്വയം ഭയപ്പെടുക. നിങ്ങളുടെ വീടുകളെടുത്താൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ജോലി സ്ഥലങ്ങളെടുത്താൽ ഒക്കെ ഈ ഭയം ഉണ്ടാക്കലാണ്. ഭയം കാൽപ്പനികം മാത്രവുമാണ്, വസ്തുതാപരമല്ല.
മരണഭയവും ഒരു കാരണമാണ്. പക്ഷെ മരണഭയം ആണിതൊക്കെ എന്ന് പറയാൻ പറ്റില്ല. മരണഭയവും ഒരു പ്രധാനപ്പെട്ട ഭയമാണ്. മരണഭയം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മരണം യാഥാർത്ഥ്യമാണെന്നൊരു ബോധം കിടക്കുന്നിടത്തോളവും മരണമാണ് ഏറ്റവും സുഖമെന്നുള്ളൊരു ബോധം കിടക്കുന്നിടത്തോളവും എല്ലാ മനുഷ്യനിലും മരിക്കുമെന്നുള്ള ബോധം ഓരോ കോശത്തിനുമുണ്ട്. അതുകൊണ്ട് മരണകാരണങ്ങളായ ഒന്നും അവനെ ഭയപ്പെടുത്തുന്നു എന്ന് പൂർണ്ണമായി പറയാനാവില്ല. എന്ന് തന്നെയുമല്ല, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ മരണത്തെയാണ് അവൻ ആലിംഗനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ആദർശപരമായി മനുഷ്യൻ വികസിക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മരണത്തെ തന്നെയാണ്. അപ്പോൾ മരണത്തോടുകൂടി അവൻ ഇല്ലാതാകുമെന്നൊരു ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ അതിനെ പുൽകാൻ പോവില്ല. അപ്പൊ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിവില്ലായ്മയുടെ രൂപത്തിലൊരറിവ്, ചുറ്റുപാടുകളോടും മറ്റുള്ളവരോടുമൊക്കെയുള്ള ബന്ധനിമിത്തമുണ്ടായ ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് മരണമാണ് ഉത്തമം എന്ന് കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉപവാസങ്ങളും അതുകൊണ്ടാണ് ആത്മഹത്യകളും ഒക്കെ മനുഷ്യന് വഴിയും വെളിച്ചവുമായി പലപ്പോഴും തീരുന്നത്. ചോദ്യം വന്നുകൊണ്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാം, ശരിയുണ്ടോ. പക്ഷേ ആചാര്യന്മാരും മറ്റുള്ളവരും ഒക്കെ മരണഭയം മനുഷ്യന് അത്രയില്ല. രോഗികളെ നോക്കിയാൽ പോലും രോഗികളിൽ രോഗം പലപ്പോഴും സാന്ത്വനമായാണ് കാണുന്നത്. അവരുടെ ബന്ധുക്കളിലോ അവരെ കാണുന്നവരിലോ അവരെ ചികിത്സിക്കുന്നവരിലോ കാണുന്ന ഉത്കണ്ഠ രോഗിക്ക് പലപ്പോഴും കാണുന്നില്ല. മാനസികമായി പഠിച്ചാൽ എല്ലാം നഷ്ടപ്പെടുത്തിയ മക്കൾക്ക് അച്ഛനമ്മമാർക്കുള്ള ഉത്കണ്ഠ കാണുന്നില്ല. അവർ പിന്നെയും കിട്ടിയാൽ നഷ്ടപ്പെടുത്താൻ തയ്യാറായിട്ടിരിക്കുന്ന പോലെയാണ് പലപ്പോഴും കാണുന്നത്. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുടുംബ ബന്ധങ്ങളിൽ കലഹവും മറ്റും ഉണ്ടാക്കുന്നിടത്ത് സന്ധി സംഭാഷണങ്ങൾക്ക് ചെല്ലുന്ന ആളുകൾക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന ഉത്കണ്ഠ ചർച്ച ചെയ്യുമ്പോൾ പിണങ്ങി ആ രണ്ടു പേർക്ക് കാണുന്നില്ല. ശരിയാണോന്ന് ഒരു സന്ധിയും സംഭാഷണമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും യോജിപ്പിച്ചിരുത്തി എന്ന് അഭിമാനിച്ച് ചില സ്വാമിമാരോ ചില പള്ളിയിലച്ചന്മാരോ ചില സൈക്കാട്രിസ്റ്റുകളോ ഒക്കെ ഇങ്ങി പോന്നാലും അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും അവർ പഴയപടി ബഹളം തുടങ്ങുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ട്രൂ. അപ്പം അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും വെച്ച് നിങ്ങൾക്ക് തീരുമാനത്തിലെത്താൻ പറ്റില്ല. സ്ഥൂലമായി പറയാം എന്ന് മാത്രം. അർദ്ധകാമങ്ങളെല്ലാം അതുകൊണ്ട് താൽക്കാലികങ്ങൾ. നിത്യസുഖത്തെക്കുറിച്ച് പറയുന്നത് ധർമ്മവും മോക്ഷവുമാണ്. അപ്പോൾ അർദ്ധകാമങ്ങൾ അതിപ്രധാന പുരുഷാർത്ഥങ്ങളല്ല.
പുരുഷ വാഞ്ചിത പദാർത്ഥം പുരുഷാർത്ഥം, വാഞ്ചിതം സുഖം മാത്രം. അതിൽ അർത്ഥവും ധർമ്മവും സുഖത്തിനുള്ള തോന്നലാണെന്ന് മറ്റൊരു ദിശയിൽ വ്യാഖ്യാനമുണ്ട്. നമ്മളൊരു ദിശയിലാണ് മുമ്പേ കണ്ടത്, വേറൊരു ദിശയിലും കാണും. ധർമാർത്ഥങ്ങളെ അതിപ്രധാന പുരുഷാർത്ഥങ്ങളായി കാണാത്തവരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ധർമ്മവും അർത്ഥവും പുരുഷാർത്ഥസിദ്ധിക്കുള്ള സാധനകൾ എന്ന നിലയിൽ കാണുന്ന വേറൊരു വ്യാഖ്യാനവും ഭാരതീയമായുണ്ട്. ധർമ്മം മോക്ഷമെന്ന അനുഭവത്തിനും അർത്ഥം കാമമെന്ന അനുഭവത്തിനും വേണ്ടിയുള്ളതാണ്. അതാണ് ആ വ്യാഖ്യാനം. അതും വളരെ ശരിയാണ്. ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ അർത്ഥം അനിവാര്യമാണ്. എന്താഗ്രഹിച്ചാലും അത് നേടാൻ മണി ഓർ കൈൻഡ് വേണം. കയ്യിൽ പണമില്ലാത്തവൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നടന്നു പോകുമ്പോൾ ഒരു സ്ഥലം കണ്ടു, കൊള്ളാവുന്നതാണ്, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചാൽ ആ സ്ഥലം ഈ നടന്നു വന്ന് നമ്മുടെ കയ്യിലൊന്നും കയറുകയില്ല. അത് വാങ്ങാനുള്ള കാശ് കയ്യിൽ വേണം. ഒരിടത്ത് പോയി 2 ആഴ്ച താമസിച്ചു. അതുപോലൊരെണ്ണം ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചാൽ, മനുഷ്യൻ ഏത് വീട്ടിൽ പോയി താമസിച്ചാലും താൽക്കാലികമായി താമസിക്കുമ്പോൾ ആ വീട് പോലൊരെണ്ണം ഉണ്ടാക്കണം എന്നൊക്കെ മോഹിക്കും. ഒത്തുവരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒത്താലാണ്, എങ്കിൽ പോലും അതിന് മണി ഓർ കൈൻഡ് വേണം. മിക്കവാറും അത് സാധിച്ചെടുക്കുമ്പോഴേക്ക് വാർദ്ധക്യവുമാവും. പിന്നെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആയിരിക്കില്ല വേണ്ടത്, അവരിത് പൊളിക്കും. അങ്ങനെയാണ് ലോകം കാണുന്നത്. അച്ഛൻ ആഗ്രഹിച്ച് 70-ാമത്തെ വയസ്സിൽ ഇതുണ്ടാക്കി വെക്കും. മകന്റെ ആഗ്രഹം വേറൊന്നാവുമ്പോൾ ഇതൊന്ന് പൊളിക്കും. ഇങ്ങനെ പൊളിക്കലും കെട്ടലുമായി ഈ ലോകം ഇങ്ങനെ പോവുകയാണ്. അതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത. അതിന് കാരണം ഇതാണ്, കാമം അനിത്യമായതുകൊണ്ടാണ്. കാമത്തിനാണ് അർത്ഥം വേണ്ടത്. അപ്പോ കാമസുഖം അർത്ഥം വഴിയാണ് സാധിക്കുന്നത്. മോക്ഷസുഖം ധർമ്മം വഴി. അപ്പൊ സാധ്യത്തിന്റെ സിദ്ധിക്ക് സാധനം അനിവാര്യമാണ്. സാധ്യത്തെ സിദ്ധമാക്കുന്നതിന് സാധനത്തിന്റെ അപേക്ഷയുണ്ട്. അതുകൊണ്ടാണ് ധർമ്മ അർത്ഥങ്ങളെ പുരുഷാർത്ഥമെന്ന് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവയെ ഗൗണ പുരുഷാർത്ഥമെന്നാണ് ചില ആചാര്യന്മാർ വിളിക്കുന്നത്. ക ആമ, ക സുഖം, ആമ പച്ച, പച്ചയായ സുഖം, പക്വമല്ലാത്ത സുഖം. അതുകൊണ്ടാണ് അതിനെ അനിത്യമെന്ന് പറഞ്ഞത്. വ്യാകരണ നിയമപ്രകാരവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ആത്യന്തിക സുഖമാണ്. യോഗശാസ്ത്രം മോക്ഷരൂപമായ സുഖാനുഭൂതിക്ക് വേണ്ടിയുള്ള അറിവിനെ അനുഭവവേദ്യമാക്കുന്നതിനാണ് പഠിപ്പിക്കുന്നത്. യോഗശാസ്ത്രത്തിൻ്റെ വിഷയം നിത്യ സുഖം, ആനന്ദം. അത് അനുഭവവേദ്യമാക്കുന്നതിനുള്ള വഴിയാണ് യോഗശാസ്ത്രം പഠിക്കുന്നത്. അതുകൊണ്ട് യോഗശാസ്ത്രത്തെ ഒരു സാർവഭൗമ ശാസ്ത്രം എന്ന നിലയിൽ, ധർമ്മം എന്ന നിലയിൽ ആണ് അതിൻ്റെ പ്രോത്ഘാടകന്മാർ കാണുന്നത്. അത് സമസ്ത സമ്പ്രദായങ്ങളെ സംബന്ധിച്ചും വാദവിവാദ വിഹീനമാണ്.
ഏത് സമ്പ്രദായത്തിലൂടെ നോക്കിയാലും എല്ലാ സമ്പ്രദായത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം അതായതുകൊണ്ട് സമ്പ്രദായ ഭേദമില്ലാതെ യോഗം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശ്രുതിയും മൃതിയും സ്മൃതിയും യോഗത്തിൻ്റെ മഹിമാതിരേകത്തെ എടുത്തു പറയുന്നുമുണ്ട്. ദൃശ്യതേ ബോധ്യതേ അപൂർവോ അർത്ഥോ അനേനേതി ദർശനം. ദർശനത്തിന്റെ നിർവചനം അതാണ്, വിൽപ്പത്തി അതാണ്. ദൃശ്യതേ ബോധ്യതേ അപൂർവോ അർത്ഥോ അനേനേതി ദർശനം. ദൃശ്യതേ ബോധ്യതേ അപൂർവോ അർത്ഥോ അനേനേതി ഇതി ദർശനം. അപൂർവ അർത്ഥത്തിന്റെ അറിവുളവാക്കുന്ന ശാസ്ത്രമാണ് ദർശനം. ഈ വ്യുൽപ്പത്തി കൊണ്ടാണ് യോഗശാസ്ത്രവും ദർശനമാണെന്ന് പറയുന്നത്. ദർശനങ്ങൾ വൈദികമായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ശരിക്ക് ഇത് പഠിക്കണമെങ്കിൽ ആ വഴിക്കൊന്നും പോയാൽ നമുക്കിത് എങ്ങൊന്നും എത്തുകയില്ല. എങ്കിലും സൂചിപ്പിച്ചു പോയില്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരും. ശരിക്ക് പഠിക്കാൻ ദർശനങ്ങളുടെ പഠനത്തിന് മുമ്പ് വേദപരിചയം അനിവാര്യമാണ്. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന 4 വേദങ്ങളുടെ പരിചയം അനിവാര്യമാണ്. വേണ്ട സമയങ്ങളിൽ അവയെ സൂചിപ്പിച്ചു പോവുകയേ ഇപ്പോൾ നിവർത്തിയുള്ളൂ. പഴയ കാലത്താണെങ്കിൽ 6-7 വയസ്സാവുമ്പോൾ വേദപരിചയമുണ്ടാവും. പിന്നീടത് ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമായി. പിന്നീടത് അവർക്കും ഇല്ലാതായി. കാരണം ഭൗതിക കാര്യങ്ങൾക്ക്, അനിത്യസുഖങ്ങൾക്ക് പ്രാധാന്യം വന്ന ഒരു കാലഘട്ടമാണ്. സമാധാനത്തിന് പ്രാധാന്യമുള്ള കാലഘട്ടമല്ല. അതുകൊണ്ട് വേദങ്ങൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമല്ല. ഇന്ന് വേദങ്ങളെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് ഒരു വരുമാന മാർഗമായി ഉപയോഗിക്കുമെന്നല്ലാതെ അനുഭവപ്രധാനമായി ഉപയോഗിക്കില്ല. സ്വന്തം ആനന്ദ അനുഭൂതിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ സാമൂഹികമായ വ്യവസായ താൽപര്യത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത് ആനന്ദാനുഭൂതിക്ക് ഉപയോഗിക്കാൻ പറ്റുകയുമില്ല. കാരണം അതിന് ചെലവാക്കിയാൽ നഷ്ടമാണ്. സാമൂഹികമായിട്ടാണെങ്കിൽ ചെലവ് സമൂഹത്തിന്റെ പേരിലും ഗുണം തനിക്കുമാണെന്നുള്ള ബോധം ഉണ്ടാവും. ചെലവാക്കുന്നതിൻ്റെ വലിയൊരു അംശം തനിക്ക് സ്വന്തമാക്കാനും കഴിയും. അതാണ് ഇവയ്ക്കൊക്കെ വന്നിരിക്കുന്ന ശോഷണം. വേദങ്ങളിൽ 3 കാണ്ഡങ്ങളുണ്ട്. 1 കർമ്മകാണ്ഡം, 2 ഉപാസനാകാണ്ഡം, 3 ജ്ഞാനകാണ്ഡം. ഏകദേശം, കൃത്യമല്ല, ഏകദേശം 80,000 മന്ത്രങ്ങൾ കർമ്മകാണ്ഡ ജടിലമാണ്. 16,000 മന്ത്രങ്ങൾ ഉപാസനാകാണ്ഡത്തിലാണ് പെടുന്നത്. 4,000 മന്ത്രങ്ങൾ മാത്രമാണ് ജ്ഞാനകാണ്ഡ ഭൂമികയിൽ പെടുന്നത്. ഏതാണ്ട് ഏകദേശം 1,00,000 മന്ത്രങ്ങളാണ്
4 വേദങ്ങളിലുമായി കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. 80,000, 16,000, 4,000. ഇങ്ങനെയാണ് അതിൻ്റെ വേർതിരിവ്. ഇത്രയെങ്കിലുമൊക്കെ ഓർത്തു വെക്കുക. ഇത്രയും ഓർത്തു വെച്ചാൽ ഒരുപാട് പേരെ പറ്റിക്കാം. കാരണം ഈ നമ്പരൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും വേദമൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും അല്ല, അത് കൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം കിട്ടും. ഞാൻ എൻ്റെ മനസ്സമാനത്തിനും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ശങ്കരൻ ഇതിനെ തിരിച്ചിരിക്കുന്ന 2ആയിട്ടാണ്: പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും എന്ന പേര്. വേദ പഠനത്തിന് പറ്റിയൊരു കാലഘട്ടമല്ല ഇത് എന്ന് പറഞ്ഞത്, വൈദികമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ 4 ആശ്രമധർമ്മങ്ങളും 4 വർണ്ണധർമ്മങ്ങളും ഉണ്ട്. അതിനെ അംഗീകരിക്കുക എന്നത് വളരെ വിഷമം പിടിച്ചൊരു കാലമാണ്. സ്വയം ഇന്നതാണെന്ന് ആദ്യം തീരുമാനിച്ചിട്ടാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ പഠനങ്ങളും. വൈദിക ഗ്രന്ഥങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ത്യക്കാരൻ അവൻ ഇന്നതാണെന്ന് ആദ്യം തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. വേദങ്ങളെ വ്യസിച്ചിട്ടുള്ളത് വേദവ്യാസനാണ്. വേദവ്യാസൻ എഴുതിയിരിക്കുന്നതനുസരിച്ച് വേദവ്യാസന്റെ പാരമ്പര്യം ഭൗതിക ദൃഷ്ടിയ മുക്വത്തിയുടെ മകനായ പിതാവ് അദൃശ്യന്തി എന്ന പറയ വനിതയുടെ മകനാണ് പരാശരൻ. അച്ഛന്റെ പാരമ്പര്യവും തന്റെ പാരമ്പര്യവും അതായിരിക്കെയാണ് വേദവ്യാസൻ വർണ്ണധർമ്മത്തെയും ആശ്രമധർമ്മത്തെയും കുറിച്ച് പറയുന്ന വേദങ്ങളെ വ്യസിച്ചിട്ടുള്ളത്. മാറ്റി എഴുതണമെന്നോ എതിർക്കണമെന്നോ തോന്നിയില്ല. കാരണം വ്യാസൻ താനൊരു ശൂദ്രനാണെന്ന് ഐഡന്റിഫൈ ചെയ്തില്ല. നിങ്ങൾ ഇന്ത്യക്കാരിന്ന് സ്വയം ശൂദ്രന്മാരാണെന്ന് അഭിമാനിച്ചുകൊണ്ടാണ് ഇത് പഠിക്കാൻ കയറുന്നത്. അത് ആർക്ക് പരിഹരിക്കാനാവും? ബ്രാഹ്മണ്യത്തിനല്ല കുഴപ്പം. നിങ്ങൾ ശൂദ്രരാണെന്ന് സ്വയം തീരുമാനിച്ചാൽ ആർക്കാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുക? അതിന്റെ എതിർപ്പാണ് കഴിഞ്ഞ 400 കൊല്ലങ്ങളിലധികമായി ഇന്ത്യ കേൾക്കുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മെച്ചമാണ്. മനസ്സിലായോ എന്നറിയില്ല. വ്യാസൻ എഴുതിയ ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണത്തിന് ശങ്കരൻ ഭാഷ്യം എഴുതുക മാത്രമാണ് ചെയ്തത്. അപശൂദ്രാധികരണം ശങ്കരൻ്റെതല്ല. എന്നാലും എല്ലാവരും ശങ്കരനെയാണ് എതിർക്കുന്നത്. കാരണം വ്യാസൻ ബ്രാഹ്മണനല്ലെന്നും ശങ്കരൻ ബ്രാഹ്മണനാണെന്നും അഭിമാനിച്ചിട്ടാണ് നിങ്ങൾ എതിർക്കാൻ പോകുന്നത്. കാരണം ആ സമയത്ത് തെളിഞ്ഞു വരുന്നത് നിങ്ങളുടെ ശൂദ്രത്വമാണ്. അതിനെതിരെ എഴുതിയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരുടെ ഉള്ളിലും അവരുടെ ശൂദ്രത്വം കിടക്കുന്നത് കൊണ്ടുള്ള എതിർപ്പാണ് വന്നത്. അതാണ് ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടവും. ആധ്യാത്മിക ഭൂമികയിലേക്ക് പ്രവേശിക്കുന്നതിന് കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഉള്ളതുകൊണ്ട്
വർണ്ണാശ്രമധർമ്മങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വർണ്ണാശ്രമധർമ്മങ്ങളെ അംഗീകരിച്ചുകൊണ്ടല്ലാതെ കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വൈദിക വിധി. നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇതാണ് വർണ്ണധർമ്മം. അവരുടെ ഓരോരുത്തരുടെയും കർമ്മം, അതിൻ്റെ വളർച്ച, വികാസം, ഇത് നാലും ഒരേ വ്യക്തിയിൽ തന്നെ പലപ്പോഴും ഉണ്ടാകും. ഈശ്വരോപാസന ചെയ്യുന്നവൻ തന്നെ അവൻ്റെ കൂടപ്പിറപ്പുകളെ, അവൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാളോട് ഏറ്റുമുട്ടുമ്പോൾ അവൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയ ധർമ്മമാണ് അവൻ പുലർത്തുന്നത്. അവൻ തന്നെ പോയി പാവയ്ക്കയും വെണ്ടയ്ക്കയും വാങ്ങിക്കാനോ അത് കൃഷി ചെയ്യാനോ വിൽക്കാനോ ഒക്കെ പോകുമ്പോൾ, പശുവിനെ കറക്കാനോ ഒക്കെ പോകുമ്പോൾ അവൻ വൈശ്യനാണ്. അവൻ ബ്രാഹ്മണനുമല്ല, ക്ഷത്രിയനുമല്ല. അവൻ മറ്റൊരാളുടെ കാല് തിരുമുവോ വീട്ടിലുള്ളവരുടെ തുണി നനയ്ക്കുകയോ പാത്രം കഴുകുകയോ ചെയ്യുമ്പോൾ അവൻ ശൂദ്രനുമാണ്. ഇങ്ങനെയാണത് മനസ്സിലാക്കിയെടുക്കുന്നത്. കേവലം ബ്രാഹ്മണനായി ജീവിക്കാൻ, കേവലം ക്ഷത്രിയനായി ജീവിക്കാൻ, കേവലം ശൂദ്രനായോ വൈശ്യനായോ ജീവിക്കാൻ പറ്റില്ല. അപൂർവ ഭാഗ്യശാലികൾക്കും മാത്രമേ സാധിക്കൂ. ഇതാദ്യം മനസ്സിലാക്കണം. ആപേക്ഷികതയിൽ ഇതേറിയും കുറഞ്ഞുമിരിക്കും. കൂടുതലുള്ളതിനെ വച്ചുകൊണ്ട് അവൻ ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ബ്രാഹ്മണനാണ് എന്നൊക്കെ പറയാം.